السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى جميع الأنبياء والمرسلين وآل كل نجمين ما بعد. സർവാദനരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഉമറാക്കൾ, മാന്യ മുഅ്മിനുകളെ, സഹോദരി സഹോദരന്മാരെ, ഉമ്മമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മഞ്ചേശ്വരം ഡിവിഷൻ SSFന്റെ 31ാം എഡിഷൻ സാഹിത്യോത്സവിൻ്റെ ഔപചാരികമായ തുടക്കമെന്നോണം സാംസ്കാരിക സംഗമത്തോടുകൂടി തുടക്കം കുറിക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു മഹത്തായ പരിപാടിയാണ് അല്ലാഹുവിൻ്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദർ, അവരെ സ്മരിക്കുന്ന മഹ്ളറത്തുൽ ബദരിയ എന്ന മഹത്തായ പരിപാടിയാണ് ഇവിടെ 2ാം സെഷനിൽ ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം ലോക മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ, വിശിഷ്യ കേരളത്തിലെയും കർണാടകയിലെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും കണ്ണീരിലാഴ്ത്തി അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി നമ്മളിൽ നിന്ന് ഭൗതികമായി വിട പറഞ്ഞ, നമ്മെ ആത്മീയമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഖുറാത്തു സാദാത്ത് ഷെയ്ഖുന ഓ മുർഷിദുന അസീദ് ഫദൽ കോയമ്മ തങ്ങൾ ഖുറ മഹാനവറുകൾ നമ്മളിൽ നിന്ന് മുഹറം 1 വിട പറഞ്ഞു. ഈ സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം ഇവിടെ പ്രഖ്യാപിക്കുമ്പോഴൊന്നും നമുക്ക് ഈ മഹ്ളറത്തുൽ ബദരിയക്ക് നേതൃത്വം നൽകാൻ, അതിന്റെ സദസ്സിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ആ മഹാനുഭാവനെ സ്മരിക്കുന്ന അനുസ്മരണ സംഗമം നടത്താനാണ് നമ്മളിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവர்களுടെയും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ അടക്കമുള്ള പണ്ഡിതന്മാരെയും സാദാത്തുക്കളുടെയും ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടത്തെ സ്മരിക്കുന്ന ഒരു സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് കറാമത്തുകളെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മറ്റിതര മതസ്ഥർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന്, എല്ലാ പ്രയാസങ്ങൾക്കും ഒരു അത്താണിയായി, ഏത് പ്രയാസമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഖുറ തങ്ങൾ ഉണ്ടല്ലോ, പോയി അവിടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന ഒരു അത്താണിയായി നമുക്ക് ഉണ്ടായിരുന്നു. ആ മഹാനുഭാവനാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് താൽക്കാലികമായ അല്ലെങ്കിൽ ഭൗതികമായ ഒരു ഏർപ്പാട് മാത്രമാണ്. ആത്മീയമായി അവർ നമ്മെ നിയന്ത്രിക്കുമെന്നത് നമ്മുടെ വിശ്വാസമാണ്. അതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ വരെ ആ മഖ്ബറയിൽ പോയി വന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ അവിടെ പോയി വന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വഫാത്തായത് മുതൽ ഇന്ന് വരെ അവിടെ പോയി സിയാറത്ത് ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് നമുക്ക് വലിയൊരു അത്താണിയാണ്. മഹാന്മാർ അവർ വിട പറഞ്ഞാലും നമുക്കവർ പ്രയാസങ്ങൾ പറയാൻ, നമ്മുടെ വിഷമങ്ങൾ അവതരിപ്പിക്കാൻ അവരൊക്കെ എന്നും നമ്മുടെ മുന്നിലുണ്ട് എന്നത് അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയ ഒരു മഹത്തായ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാ ബേജാറുകളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സാഹിത്യോത്സവത്തിന്റെ വേദിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘ സംസാരിക്കുന്നില്ല. ഇവിടെ വൈകുന്നേരം തന്നെ ആരംഭിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് വലിയ വിഷമത്തിലായിരുന്നു, അല്ലെങ്കിൽ ബേജാറിലായിരുന്നു. എങ്ങനെ നമുക്ക് ഈ സാഹിത്യോത്സവം ഈ മഴക്കാലത്ത് കാറ്റും മഴയും ഇവിടെ അടിച്ചു വീശുമ്പോൾ
എങ്ങനെ ഇത് സന്തോഷകരമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വേജാറിലായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അവൻ ഈ കാലാവസ്ഥ വളരെ അനുകൂലമായി നമുക്ക് തന്നു എന്നത് മഹത്തായ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, 2 ദിവസം നമ്മുടെ നാളെയും മറ്റന്നാൾ നടക്കുന്ന സാഹിത്യോത്സവ് 8 സെക്ടറുകളിൽ നിന്ന് മത്സരിച്ച് ഇവിടെ 800ഓളം മത്സരാർത്ഥികൾ മത്സരിക്കുന്ന മഹത്തായ ഡിവിഷൻ സാഹിത്യോത്സവമാണ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവരിൽ കിടക്കുന്ന ഒരുപാട് കഴിവുകൾ പരിപോഷിപ്പിച്ച് സമൂഹത്തിന് ഉദാത്തമായ ഉന്നതമായ സ്ഥാനം അവർക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സാഹിത്യോത്സവം ഇവിടെ നടന്നു വരുന്നത്. ആ സാഹിത്യോത്സവത്തിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായി, ശാരീരികമായി, അങ്ങനെ എല്ലാ നിലക്കും സഹകരിച്ചവരുണ്ട്. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ, സുന്നി യുവജന സംഘം, SOS, കേരള മുസ്ലിം ജമാഅത്ത്, SSF, SMA, SJM ഇതിന്റെ സോൺ കമ്മിറ്റി ആണ് ഇന്നത്തെ അനുസ്മരണ സംഘം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹത്തായ ഈ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചവരുണ്ട്. ഇന്നലെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടുകളിലേക്ക് കവർ കൊടുത്തപ്പോൾ അത് ഇവിടെ എത്തിച്ചെന്ന് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഈ സാഹിത്യോത്സവ പരിപാടി ഇത്തരം ഭംഗിയായി ഇവിടെ നടത്തണമെങ്കിൽ സാമ്പത്തികമായി മാത്രമല്ല, ശാരീരികമായി തന്നെ സാഹിത്യോത്സവന്റെ ആ സ്വാഗത സംഘം എടുത്തപ്പോൾ അതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് ആളുകൾ അധ്വാനിച്ചു. അതിന്റെ ഫലമാണ് അൽഹംദുലില്ലാഹ് നമുക്കിന്ന് മഴ കൊള്ളാതെ അതുപോലെ തന്നെ നല്ലൊരു നിലയ്ക്ക് ഇവിടെ ഇരിക്കാനും ഈ മഹത്തായ പരിപാടി ശ്രവിക്കാനും ഒക്കെ അവസരം ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്തായ ഈ പരിപാടി നമുക്ക് നേരത്തെ ഇവിടെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ഈ സാഹിത്യോത്സവത്തിന് എല്ലാ നിലക്കും നിയന്ത്രിച്ച സ്വാഗത സംഘം ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം നിയന്ത്രണം, കൺട്രോൾ ബഹുമാനപ്പെട്ട SSFന്റെ ഡിവിഷൻ ഫിനാൻസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്ൻ തങ്ങൾ അവരുകളാണ്. അഡ്വക്കേറ്റ് മൊയ്ൻ തങ്ങൾ അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും സ്വാഗതങ്ങളും ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടി നിയന്ത്രിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് മഞ്ചേശ്വരം സോൺ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സഖാഫി ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുകളെ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ, നമ്മുടെ ഈ മഞ്ചേശ്വരം പ്രദേശത്തിന്റെ അതുപോലെ തന്നെ അൽബിഷാർ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട മൂസൽ മദനി ഉസ്താദ് അവരുകളാണ്. ഉസ്താദ് അവരുകൾ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഓർക്കാടി സർക്കിൾ മുസ്ലിം ജമാഅത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സഖറിയ ഫൈദ് ഉസ്താദ് അവരുകൾ ഈ വേദിയിലുണ്ട്. ഉസ്താദ് അവരുകൾ ഹാർദവമായി ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രസംഗപീഠത്തിലെ അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാനപ്പെട്ട നൗഫൽ സഖാഫി ഉസ്താദ് അവരുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദ് അവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ മഞ്ചേശ്വരം മേഖലാ സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഉമർ മദനി ഉസ്താദ് അവരുകൾ ഉസ്താദിന് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ അബ്ദുള്ള ഹാജി ബെജ്ജ, അതുപോലെ ഇതിന്റെ സ്വാഗത സംഘത്തിന്റെ ഫിനാൻസ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ഹസനബൈൽ, അതുപോലെ വൈസ് ചെയർമാനായ അബ്ദുല്ലാഹി സൈദി ഉസ്താദ് അവരുകൾ, കോളിയൂർ പദവ് മഹല്ലി മുദരിസ് ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി ഉസ്താദ് അവരുകൾ, മറ്റ് സമുന്നതര നേതാക്കൾ, അതുപോലെ ഈ സംഗമത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ, അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത്, SOS, SSF, SMA, SJM ഇതിന്റെ സോൺ നേതാക്കൾ, അതുപോലെ സർക്കിൾ നേതാക്കൾ, SSFന്റെ ഡിവിഷൻ, അതുപോലെ ജില്ലാ നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ
മുഅ്മിനുകൾ, നേതാക്കൾ, പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഹമീദ് സഖാഫി ഉസ്താദ് അവരുകളെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.